ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു മത്തങ്ങ ഫ്രൈ ആണ്. മത്തങ്ങ കൊണ്ട് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കും, കറി ഉണ്ടാക്കും, പച്ചടി ഉണ്ടാക്കും, അതുപോലെ പായസം വയ്ക്കും, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മത്തങ്ങ ഫ്രൈ ആണ്. ഫ്രൈ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ പച്ചക്കറിയും വെച്ച് ചെയ്യാറുണ്ട്. വെണ്ടയ്ക്ക ഫ്രൈ, വഴുതനങ്ങ ഫ്രൈ, ഇങ്ങനെ ഒരുപാട് ചെയ്യാറുണ്ട്. പക്ഷേ മത്തങ്ങ ഫ്രൈ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഞാനൊരു ചെറിയ മത്തൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ മത്തൻ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടില്ല, ഇതിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ. പച്ചയാണ് കേട്ടോ, പച്ച മത്തനാണ് നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടിയുള്ളത്. ഞാനത് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തത് ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞ് ഏകദേശം ഒരേ കനത്തിൽ തന്നെ ചെയ്യുക, കാരണം ഫ്രൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേ വേവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേക്കേണ്ടതുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. സോ ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. കൂടുതൽ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ കായപ്പൊടിയാണ്. പിന്നെ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ കായം നല്ലതാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ ധാരാളം തന്നെ മതിയാവും. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് ഉരുകിയിട്ട് അത് ശരിക്കും ഒന്ന് ഒരു വാട്ടർ കണ്ടൻറ്റ് അതിലേക്ക് വരും, അതിലുള്ളത് തന്നെ ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. പുട്ടുപൊടി അല്ല കേട്ടോ, പുട്ടുപൊടി വേണ്ട, നമ്മൾ പത്തിരി അതുപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി. ഇനി ഈ കഷ്ണങ്ങൾ ഓരോന്നും അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഇട്ടിട്ടാണ് ഡിപ്പ് ചെയ്യണത്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അരിപ്പൊടി ഈ ഒരുമിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മത്ത കഷ്ണങ്ങളിലേക്ക് ഒരുമിച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞെടുത്ത് എല്ലായിടത്തും ഒന്ന് എത്തത്തക്ക വിധത്തിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്, ഡീപ് ഫ്രൈ ചെയ്യണില്ല. ഒരുപാട് ഓയിൽ കുടിക്കും അരിപ്പൊടി ഉള്ളത് കാരണം, അതുകൊണ്ട് ഡീപ് ഫ്രൈ ചെയ്യണില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഡീപ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഒരുമിച്ചങ്ങ് കോരിയിട്ടിട്ട് എടുത്താൽ മതി. ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്താൽ മതി. പക്ഷേ ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. എല്ലാം ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു ഭാഗം വെന്തു തോന്നുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചിട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഡീപ്പ് ഫ്രൈ ആകുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടില്ല, പക്ഷേ എണ്ണ ഒരുപാടാവും. എല്ലാം തിരിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അടച്ച് വെക്കണില്ല. പിന്നെ നമ്മൾ തുറന്നിട്ടിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് തണുത്ത് പോവും, ഒന്ന് കുഴഞ്ഞു പോവും. അപ്പോൾ ഇതിങ്ങനെ ക്രിസ്പിനെസ് പോവും. അതുകൊണ്ടാണ് പിന്നെ അടച്ച് വെക്കാത്തത്. ഫസ്റ്റ് നമ്മളൊന്ന് അടച്ച് വെക്കുക, തിരിച്ചിട്ടതിന് ശേഷം പിന്നെ അടച്ച് വെക്കേണ്ടതില്ല. ലോ ഫ്ലെയിമിൽ വെക്കുക. മാത്രമല്ല മത്തൻ വളരെ പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു ഐറ്റമാണ്. കുക്കറൊന്നും ആവശ്യമില്ല. ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് മത്തൻ വേവും. പച്ച മത്തനല്ലേ, പെട്ടെന്ന് വേവും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ കണ്ടോ, ഞാൻ ഒഴിച്ച ഓയിലെല്ലാം അപ്പോൾ ഇന്ന് തീർന്നു പോയിട്ടുണ്ട്. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് പ്രിയാസ് കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല റെസിപ്പിയൊക്കെ കിട്ടാൻ ആ പേജ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നല്ല റെസിപ്പീസ് ഉണ്ട് അതിൽ, നല്ല നാടൻ വെറൈറ്റി ഡിഷസ് ഉണ്ട്. ഇപ്പോൾ ഫ്രൈ ചെയ്ത് ഞാൻ ഓരോന്ന് കോരിയെടുക്കുകയാണ്. കുറച്ച് അതിൻ്റെ അരിയൊക്കെ ആ കോട്ടിങ്ങൊക്കെ കുറച്ച് പോയി കാണും, എന്നാൽ പോലും നല്ല കിഡിലനൊരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല റെസിപ്പീസ് കിട്ടാൻ പ്രിയ ചേച്ചിയുടെ ആ പേജ് ഒന്ന് പോയി നോക്കുക. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റെസിപ്പീസ് കിട്ടും. എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസായിട്ട് ഞാൻ വരും. താങ്ക് യു.